നെഞ്ചുലഞ്ഞ് തമിഴകം. അശ്രദ്ധയുടെ ബലിയാടായി ആരാധകർ. പൊള്ളുന്ന വെയിലിൽ വിജയിയെ കാത്തിരുന്നത് മണിക്കൂറുകൾ. വൈകിയെത്തിയതും ദുരന്ത കാരണം. തമിഴകത്തെ അന്ധമായ താര ആരാധന നിലനിൽക്കുന്നതായി എല്ലാവർക്കും അറിയാവുന്നതാണ്. താരങ്ങൾക്കായി ക്ഷേത്രങ്ങൾ പണിതും പൂജകൾ നടത്തിയും ഇഷ്ടം പ്രകടിപ്പിക്കാറുണ്ട്. താരങ്ങളെ കാണാനെത്തുന്ന വൻ ആരാധകരുടെ കൂട്ടം കാണുമ്പോൾ അതെല്ലാം വോട്ടായി മാറുമെന്ന ചിന്ത ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അധികാരത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ചു നോക്കാമെന്നായി ചിന്തകൾ. ജനങ്ങൾക്കിടയിൽ നിന്നും പ്രവർത്തിച്ചു വരുന്നവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളും രാഷ്ട്രീയ മര്യാദകളും മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. വിജയിയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. തമിഴകത്തിന്റെ ഇളയ ദളപതി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സൂപ്പർ താരമാണ് വിജയ്. ഒരു സിനിമയിൽ തന്നെ പ്രതിഫലമായി 200 മുതൽ 250 കോടി വരെയാണ് പ്രതിഫലം വാങ്ങുന്നത്. സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരുടെ പട്ടികയിൽ ഒന്നാമതാണ് വിജയ്. ഇന്ത്യയിൽ നികുതി അടയ്ക്കുന്നതിൽ 2ാം സ്ഥാനത്തുമുണ്ട്. തന്നെ കാണാൻ വരുന്നവരുടെയും തന്നെ ആരാധിക്കുന്നവരുടെയും ജനക്കൂട്ടം കണ്ടപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയൊന്ന് പയറ്റാമെന്ന് കണക്ക് കൂട്ടിയിരിക്കുകയാണ് സൂപ്പർ താരം. അങ്ങനെ തമിഴക വെട്രിക്കഴകം TVK എന്നൊരു രാഷ്ട്രീയ പാർട്ടിയും താരം അങ്ങ് രൂപീകരിച്ചു. സിനിമാ മേഖലയിൽ വർഷങ്ങളായി തുടരുന്നതിനാൽ അതിസമ്പന്നരുടെ പട്ടികയിലുമാണല്ലോ. പണമുണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തനം നടക്കുമെന്നത് ഒരു കാര്യം. എന്നാൽ പണമുള്ളത് കൊണ്ട് കൂടെ കൂടുന്നവരുടെ വോട്ട് ലഭിക്കുമോ എന്നറിയേണ്ടത് തിരഞ്ഞെടുപ്പിന് ശേഷം. എന്തായാലും സൂപ്പർ താരം മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. പോകുന്നിടത്തെല്ലാം വൻ ജനക്കൂട്ടം. താരത്തിനായി കാരവാൻ. ജനക്കൂട്ടത്തിന് നടുവിലെത്തുമ്പോൾ AC വാഹനത്തിൽ നിന്നും മുകൾ തട്ടിലെത്തും. സംഘാടകർ, അതായത് തമിഴക വെട്രിക്കഴകത്തിന്റെ പ്രവർത്തകർ വിജയുടെ കയ്യിൽ ഒരു മൈക്ക് കൊടുക്കും. പിന്നെ ഘോരഘോരം പ്രസംഗിക്കും. ഉച്ചത്തിലുള്ള പ്രതിഷേധ വാക്കുകളും തമിഴ്നാട് ഭരണത്തിനെതിരെയുള്ള വിജയിയുടേതായ കണ്ടെത്തലുകളും TVK അതിനെതിരെ ചെയ്യാൻ പോകുന്ന നടപടിക്രമങ്ങളും. പാവങ്ങളായ ജനം തങ്ങളുടെ സൂപ്പർ താരത്തിന്റെ ജ്വലിക്കുന്ന വാക്കുകൾ കേട്ട് മനസ്സു നിറഞ്ഞ് ആർത്ത് വിളിക്കും. പോകുന്നിടത്തെല്ലാം കാണുന്ന ജനസാഗരം തന്റെ വോട്ടാണെന്ന് തെറ്റിദ്ധരിച്ച് കോടതി നിർദ്ദേശം പോലും മറികടന്നാണ് ചെന്നൈയിൽ നിന്നും 400 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കരൂരിൽ പ്രചരണം സംഘടിപ്പിച്ചത്. അമിതമായ ജനക്കൂട്ടം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ 10,000 പേരെ മാത്രം പ്രതീക്ഷിച്ച യോഗത്തിൽ 2 ലക്ഷത്തോളം ആരാധകരാണ് തടിച്ചുകൂടിയത്. പ്രതീക്ഷിച്ചതിലുമധികം ജനമെത്തിയത് സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന കാര്യത്തിലും വൻ വീഴ്ചയാണ് സംഭവിച്ചത്. പൊള്ളുന്ന വെയിൽ അവഗണിച്ചാണ് വിജയ് ആരാധകർ അദ്ദേഹത്തിന്റെ വരവിനായി കരൂരിൽ കാത്തിരുന്നത്. 6 മണിക്കൂർ വൈകിയാണ് താരം അവിടെ എത്തിയത്. അപ്പോഴേക്കും കാത്തു നിന്നവരിൽ മിക്കവരും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ തളർന്നിരുന്നു. യോഗം നടക്കുന്നിടത്ത് കുട്ടികൾ തന്നെ 1000-ഓളം ഉണ്ടായിരുന്നു. വെള്ളം ചോദിച്ചുവെങ്കിലും ജനസാഗരത്തിനിടയിൽ എങ്ങനെ വെള്ളമെത്തിക്കും? വിജയ് തന്നെ പോലീസിന് വിവരങ്ങൾ കൈമാറിയിരുന്നെങ്കിലും ആവശ്യക്കാരൻ അരികിലേക്ക് എത്താനാകുമായിരുന്നില്ല. വിജയിയുടെ യോഗം നടന്ന കലൂരിലെ തിക്കിലും തിരക്കിലും ശ്വാസം മുട്ടിയും ചവിട്ടേറ്റും കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40ആയി. നിരവധി ആളുകളുടെ നില ഗുരുതരമായി തുടരുന്നു. 17 സ്ത്രീകളും 8 കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു. 111 പേർ ഗുരുതര പരിക്കിൽ ചികിത്സയിലാണ്. കരൂർ ഒരു ദുരന്ത ഭൂമിയായി മാറി. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 20 ലക്ഷവും പരിക്കേറ്റവരുടെ കുടുംബത്തിന് 2 ലക്ഷവും ധനസഹായം നൽകുമെന്ന് TVK അധ്യക്ഷനും നടനുമായ വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ടെങ്കിലും കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും സർക്കാർ മറ്റ് നടപടികളിലേക്ക് നീങ്ങുക. TVK നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിജയിയുടെ ചെന്നൈയിലുള്ള വീടിന് CRPF കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാക്കളും BJPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. TVK കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്കയിടങ്ങളിൽ യോഗങ്ങൾ നടത്തിയിരുന്നതാണ്. അവിടെ വെച്ചൊന്നും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നതും കരൂരിലെ സുരക്ഷയെ അവഗണിക്കാൻ കാരണമായിരുന്നു.
കരൂരിലെ തെരുവുകളിൽ നിന്നു തിരിയാൻ ഇടമില്ലാത്ത വിധം ആരാധകരാണ് എത്തിയത്. സുരക്ഷാ പാളിച്ചയിൽ വന്ന ഗുരുതര അശ്രദ്ധ തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമെന്ന് വ്യക്തമായി പറയാവുന്നതാണ്. മരിച്ചവരുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 1 ലക്ഷവും ലഭിക്കുന്നതാണ്. കൂടാതെ ജുഡീഷ്യൽ അന്വേഷണത്തിനും തീരുമാനമായിട്ടുണ്ട്. മരിച്ചവരിൽ 1.5 വയസ്സുള്ള കുട്ടിയും 2 ഗർഭിണികളും ഉണ്ടായിരുന്നു എന്നതും വേദനാജനകമാണ്. അടുത്ത മാസം വിവാഹം നടക്കാനിരിക്കുന്ന ആകാശും ഗോകുലശ്രീയും തങ്ങളുടെ പ്രിയ താരത്തിന് ഒരു നോക്ക് കാണാൻ കരൂരിലെ യോഗത്തിലെത്തിയിരുന്നു. എന്നാൽ ദുരന്തമുഖത്ത് കൊല്ലപ്പെടാനായിരുന്നു ആ 24-കാരുടെ വിധി. ദുരന്തത്തിൽ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി. എന്റെ ഹൃദയം തകർന്നിരിക്കുന്നുവെന്നും പറഞ്ഞറിയിക്കാനാകാത്ത വേദന തനിക്കുണ്ടെന്നും വിജയ് പറഞ്ഞു. നഷ്ടപരിഹാരത്തിൽ തീരില്ലെന്നറിയാമെന്നും തുടർന്നും ദുരന്തം സംഭവിച്ച കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും വിജയ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ദുരന്ത ഭൂമി സന്ദർശിച്ചിരുന്നു. ആശുപത്രിയിൽ കഴിയുന്നവരെ കാണുകയും വേണ്ട സഹായത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്യന്തം വേദനാജനകമെന്നാണ് ദുരന്തത്തെക്കുറിച്ച് അമിത്ഷാ അഭിപ്രായപ്പെട്ടത്. അഗാധ ദുഃഖം രേഖപ്പെടുത്തി രാഹുൽ ഗാന്ധി. കരൂർ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ആവശ്യമെങ്കിൽ സഹായം വാഗ്ദാനം നൽകുന്നുവെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതായും അറിയിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ സംശയമുണ്ടെന്നാണ് വിജയ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയുണ്ടെന്നും ഹൈക്കോടതിയെ സമീപിച്ചതായുമാണ് അറിയുന്നത്. എന്തായാലും വിജയുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമോ എന്നതും ഒരു ചോദ്യമാണ്. അത്യധികം അശ്രദ്ധയോടെ കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തം സംഭവിച്ചതെന്ന് നിസ്സംശയം പറയാം. ഇനി നടക്കാൻ പോകുന്നത് പരസ്പരം വാക്പോര് മാത്രം, ചില നടപടികളിലും ഒതുങ്ങും. ആരാധന അതിരു കടന്നപ്പോൾ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് ആരുത്തരവാദികളാകും? കുറച്ചു പണം കുടുംബത്തിന് ലഭിക്കും. അതിൽ നേതാക്കൾ ആശ്വാസം കൊള്ളും. വീണ്ടും യോഗങ്ങളും സമ്മേളനങ്ങളും നടക്കും. താരങ്ങൾക്ക് ചുറ്റും വീണ്ടും ആരാധകരെത്തും. കുറച്ചുനാൾ നിയമം ശ്രദ്ധിക്കും. അതിങ്ങനെ തുടരുന്നതല്ലാതെ സംഭവിച്ച ഗുരുതര അശ്രദ്ധയ്ക്ക് ഒരു നിയമ നടപടിയും അവസാനം വരെ എത്തില്ല. തമിഴകത്തിന്റെ തേങ്ങൽ സഹിക്കാനാവുന്നതിനും അപ്പുറമാണ്. നിങ്ങൾ ഇനിയെങ്കിലും മാറുമോ? നിങ്ങൾക്ക് വേണ്ടത് ആൾക്കൂട്ടമാണ്. താരപരിവേഷമണിഞ്ഞ് ജനങ്ങൾക്കിടയിൽ തിളങ്ങുന്ന നിങ്ങൾക്കറിയില്ല സാധാരണക്കാരന് അവന്റെ കുടുംബാംഗത്തെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.